മാഡം, എന്താ എന്താ മൂർത്തി? മാഡത്തിന്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞു. അവൾ രക്ഷപ്പെട്ടു. കനകാംബരൻ പോലീസ് പിടിയിലായി. ആ CI രാജീവ കനകാംബരനെ അറസ്റ്റ് ചെയ്തത്. ആരാ നമ്മളെ ചതിച്ച? ഇങ്ങനെ രാജീവ് അവിടെ വന്നത്? പർദ്ദയിട്ട ഒരു സ്ത്രീയാ എല്ലാം തകർത്തത്. മാഡം സൂക്ഷിക്കണം. ഏതു നിമിഷവും CI രാജീവിന്റെ ജീപ്പ് ഗേറ്റ് കടന്നു വരാം. എന്നാ അറിയിക്കോ? ചേച്ചി ഇറങ്ങുന്നില്ലേ? ഇപ്പൊ ഞാൻ വന്ന ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ചേച്ചി, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പേടിയാവാ. ഇറങ്ങു ചേച്ചി, വാ. എന്തിനാ പേടിക്കുന്നേ? അത് കഴിഞ്ഞില്ലേ? ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ഒരു പേടിയും വേണ്ട. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാ അത് കൂടുതൽ പ്രശ്നമാവുള്ളൂ. എന്നാലും എങ്ങനെയെങ്കിലും ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലോ? എന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല ചേച്ചി. ആരും ഒന്നും അറിയില്ല. നീയായിട്ട് അങ്ങോട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ധൈര്യമായിട്ട് ചെല്ല്. ഞാനല്ലേ പറയുന്നേ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ അച്ചുചേച്ചി ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തേനെ. നീ വിഷമിക്കാതെ. ദേ, അവിടെ എങ്ങാനും നിന്ന് ആരെങ്കിലും കണ്ടാ അത് മതി. പിന്നെ ചോദ്യം പറച്ചിലൊക്കെ ആവും. അതുകൊണ്ട് വേഗം ചെല്ല. ഞാൻ ചേച്ചി തന്നെയാന്ന് കരുതിയാ മതി. മോള് ചെല്ല. പാവം, വല്ലാണ്ട് പേടിച്ചുപോയി. അമ്മ പറഞ്ഞ പോലെ അച്ചു ചേച്ചി മരിച്ചുപോയെങ്കിൽ എന്റെ ചേച്ചിയുടെ രണ്ടാം ജന്മം തന്നെയാ ആയിഷ ചേച്ചി.